എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന വളരെ കൊഴുപ്പേറിയ നല്ലൊരു ഉള്ളി മുളക് ചമ്മന്തിയാണ്. നാളികേരത്തിന് വളരെ വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നമുക്ക് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. ഉണ്ടാക്കി എടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലൊരു ഉള്ളിമുളക് ചമ്മന്തി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും ദോശയുമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർന്നും കിട്ടുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ഉള്ളിമുളക് ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. ചമ്മന്തിക്ക് ആവശ്യമായ ചേരുവകൾ നമുക്ക് ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 25 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. നിങ്ങളെടുക്കുന്ന വെളുത്തുള്ളി വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇഞ്ചിയുടെ കൂടെ തന്നെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും 1 മിനിറ്റ് കൂടെ വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 20 കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. കൊച്ചുള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സവാളയും എടുക്കാവുന്നതാണ്. സവാളയാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാകും. ഇനി വഴറ്റുന്ന കൊച്ചുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടണം, അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ വറ്റൽ മുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 15 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ കാശ്മീരി മുളക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. മുളക് ചേർത്ത് നല്ലതുപോലെ വഴറ്റി അതൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയാകും, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാവുന്നതാണ്. തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. നമ്മൾ ഇതുവരെയും ചെറിയ തീയിൽ വെച്ചായിരുന്നു വഴറ്റിക്കൊണ്ടിരുന്നത്. തക്കാളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുള്ളത്. തക്കാളി സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർക്കാം. കല്ലുപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 പിടി നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഉള്ളിമുളക് ചമ്മന്തിയിലേക്ക് അധികമൊന്നും നാളികേരം ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. രീതിയിലാണ് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നതും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല കുറുകിയ ചമ്മന്തി നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അതും നാളികേരത്തിന്റെ അളവ് വളരെ തന്നെ കുറച്ചും മതിയാകും. എല്ലാ ചേരുവകളും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്ത് വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിമുളക് ചമ്മന്തി നല്ല പോലെ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കാനുള്ള ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 5 അല്ലി കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കൊച്ചുള്ളി കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. കൊച്ചുള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വറമുളക് കൂടി ചേർക്കാം. വറമുളകും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നും ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കായപ്പൊടി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കായപ്പൊടി ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മൂപ്പായി വരുമ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചട്നിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. താളിപ്പിലിട്ട് കൊടുത്താൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചമ്മന്തിയുടെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറി വരുന്നത് വരെയും നമുക്ക് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചമ്മന്തി തയ്യാറാക്കുവാണെങ്കിൽ നല്ല കൊഴുത്ത ഗ്രേവിയിൽ തന്നെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും.
നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അളവുകൾ വെച്ചിട്ട് ഒരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവും ഉണ്ടാകും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂട് വെള്ളമായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നിങ്ങൾക്ക് കാണാലോ നല്ല കട്ടിയായിട്ടുള്ള ചമ്മന്തിയാണ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന്. ഇനി നമ്മുടെ ചമ്മന്തി ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ചമ്മന്തിയുടെ ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഉള്ളിമുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലൊരു ചമ്മന്തി തയ്യാറാക്കി വെക്കുവാണെങ്കിൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. നാളെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.